ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് രാവിലെ തന്നെ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ രാവിലെ നമ്മൾ എല്ലാവരും എങ്ങോട്ടാ പോവാ? അമ്പലത്തിക്കല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിക്കാണ് പോകുന്നത് കേട്ടോ. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മൾ അഗുവിൻ്റെ പിറന്നാളാണ്. അപ്പം എൻ്റെ ചെക്കൻ്റെ ബർത്ത്ഡേ ആണ്, പിറന്നാളാണ് കേട്ടോ അല്ലേ? അവൻ്റെ മുടിയൊക്കെ കണ്ട് മുടി തൊട്ടില്ലേ? ഇന്ന് നാളെ പൂരാടാണ് കേട്ടോ. അപ്പോൾ പൂരാട് നാൾക്കാണ് അവൻ്റെ പിറന്നാൾ നമ്മൾ കഴിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ കഴിക്കാറുണ്ട്. എല്ലാ വർഷവും നമ്മൾ അവൻ്റെ പിറന്നാളും ഓണം കൂടി ഉണ്ടോ കഴിക്കാറ്. പൂരാട് നാളാകുകൊണ്ട് നമ്മൾ ഓണം എന്താണ് കഴിക്കും കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഓട്ടോയ്ക്ക് അവിടെ പോകുന്നത്. എനിക്ക് പോരാൻ എല്ലാവരും കഴിയില്ല. അപ്പം ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അപ്പം നമ്മൾ നേരെ വഴിപാട് കൗണ്ടറിലേക്കാണ് പോയത്. കുഞ്ചുവിന് വിശക്കുന്നുണ്ടെന്ന് പറയുന്നത് രാവിലെ ആയതുകൊണ്ട് നമുക്ക് നല്ല വിശപ്പാണെന്ന് പറയുന്നുണ്ട്. അപ്പം അമ്പലത്തിലെത്തിയാൽ നമുക്ക് ചിലപ്പോൾ പ്രസാദം കഴിക്കാറില്ല. നമ്മൾ രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ടാവാറുണ്ട്. അത് വെച്ചിട്ടാണ് അവൾ പറയണമെന്ന് തോന്നുന്നുണ്ട്. വെണ്ണാരത്തിൽ പൈസ ഇടാൻ ഭയങ്കര ഇഷ്ടമാട്ടോ കുഞ്ചുവിന്. ചെറുപ്പം മുതലേ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുമ്പോൾ അവളെ കയ്യിൽ ജ്യോതിയുടെ പൈസ കൊടുത്തില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വെണ്ണാരം ഇങ്ങനെ നോക്കുകയാണ്, എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ ഇങ്ങനെ. അപ്പം നമ്മളെല്ലാവരും കൂടെ തൊഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ പ്രസാദം വാങ്ങണം. അപ്പം നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴേക്കിന് ആ പ്രസാദത്തിൽ എറുമ്പ് വരാൻ തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ അവിടെ തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് അവിടെ പോകുന്നത്. നമ്മൾ നടന്നാണ് പോകുന്നത്. കുറച്ചൊക്കെ ദൂരം നടക്കാണ്ട്, പക്ഷെ ഞങ്ങൾ നടന്നിട്ട് തന്നെ പോകുന്നു കേട്ടോ. താട്ടാട്ടി മുറിക്കണം കേട്ടോ, രണ്ടാളും കൂടെ കേട്ടോ. അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ കുട്ടി, ഹാപ്പി ബർത്ത്ഡേ കുട്ടാക്കു, ഹാപ്പി ബർത്ത്ഡേ ടു യു കുഞ്ചു, ഹാപ്പി ബർത്ത്ഡേ. അപ്പം നമ്മളെല്ലാവരും മധുരമൊക്കെ പങ്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു കേട്ടോ. ഞാൻ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ് കേട്ടോ. കണ്ടു കേട്ടോ, അവളാണ് നമ്മളെ ഫോട്ടോഗ്രാഫർ കേട്ടോ. അപ്പൊ എന്താ പറയാനുള്ളത് അഗുനി ഈ അവസരത്തില്? വളരെ വളരെ സർപ്രൈസായി. ശരിക്കും ശരിക്കും അവൻ കേക്ക് കണ്ടിട്ടുണ്ടോന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് അല്ലേ? കണ്ടിട്ടുണ്ടെങ്കിൽ ഓന് അങ്ങനെയാവൂല. പറ, ഒരു മുണ്ട് കിട്ടി, വെള്ളമുണ്ട്. വെള്ളമുണ്ടല്ല, ഓണക്കോടി പോലത്തെ മുണ്ട് അല്ലേ? അതെ, എന്നിട്ട് പറ എങ്ങനെയുണ്ട്? അപ്പോൾ അവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ അവനെ കാണാതെ കേട്ടോ കേക്കൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചത്. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് അവൻ ഫ്രിഡ്ജൊക്കെ തുറക്കും. പക്ഷെ അവൻ എന്തായാലും അന്ന് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവൻ കേക്കൊന്നും ഇല്ല എന്നുള്ളതിന് ഇങ്ങനെ കേക്കൊന്നും ഇല്ല എന്നൊക്കെ തലേ ദിവസം പറഞ്ഞു. പക്ഷേ ഞാനപ്പോൾ അത് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എന്തായാലും അവൻ സർപ്രൈസ് ആയി എന്നാണ് അവൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അവൻ കേക്ക് കിട്ടിയ സന്തോഷത്തിൽ അവൻ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് മറ്റൊരു സർപ്രൈസും കൂടെ ചേച്ചി കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് അവന് വലിയൊരു സർപ്രൈസ് തന്നെയാണ് കേട്ടോ. അന്നൊരു നിർബന്ധമായിരുന്നു കേട്ടോ, ആഗോൻ എന്തെങ്കിലും കൊടുക്കണം, ആഗോൻ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ പിന്നെ ഓണല്ലേ, എന്നൊരു ടീഷർട്ട് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൾ ടീഷർട്ട് വാങ്ങി കൊടുത്താട്ടോ. അവന് ഭയങ്കര സന്തോഷമായിട്ടോ അത് കണ്ടപ്പോൾ. അവന് മുഖത്ത് തന്നെ അത് കാണാനുണ്ട്. അപ്പോൾ എന്തായാലും അവന് ബർത്ത്ഡേ ഇഷ്ടമായോ തോന്നണില്ല, അവന്റെ മുഖം കണ്ടിട്ട് എന്തൊക്കെ ഒരു പ്ലാനത് ഉണ്ടല്ലേ. ഡ്രസ്സൊക്കെ ഊരിയിട്ടുണ്ട് കേട്ടോ. കേക്ക് മുറിയുടെ ഒരു അപ്പോൾ കുഞ്ചുവിൻ്റെ കേക്ക് മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ നേരം കൊണ്ട് അവൾക്ക് ഷർട്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് അടിപൊളിയാണ്. എന്തായാലും അവൻ്റെ ബാക്കിലൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബ്ലാക്ക് ആകുമ്പോൾ എല്ലാവർക്കും ഭംഗിയാണല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്തേക്കും കൂടി പോവാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബസ്സിന് കാത്തു നിൽക്കുകയാണ്. മഴ ആയത് കാരണം നമ്മൾ ബസ്സിനായിട്ട് പോണത്. അപ്പോൾ ഞങ്ങൾ ഒരു വെണ്ടർ പോയി വരാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വഴിയെ പറയാം കേട്ടോ.
അപ്പോൾ എവിടേക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സിനിമ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അഗുവിനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നതാണ്. സർപ്രൈസ് അല്ല, ഒരു സമ്മാനമായിട്ട് കേട്ടോ. എന്നാൽ അന്നുവിനും വേണം ഒരു എൻജോയ്മെൻ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാം കൂടെ അവലോണല്ലേ, അങ്ങനെ ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് സിനിമയ്ക്ക് പോകുന്നറിയില്ല, ലോബിക്കാട്ടോ പോകുന്നത്. ഇപ്പോൾ ഇൻ്റർവെൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇൻ്റർവെല്ലായപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ കുഞ്ചുവിന് എന്താ കോഫി വേണമെന്നാണ് പറയുന്നത്. എന്നും നമ്മൾ വരുമ്പോൾ നമ്മൾ ചായ കുടിക്കാറുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ശീലത്തിലാണ് അവൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്ന് പോയി 2 കോഫിയൊക്കെ വാങ്ങി കുടിക്കുകയാണ് കേട്ടോ. പോരുന്ന വഴിക്ക് തന്നെ നമ്മൾ അവൾക്ക് കഴിക്കാനുള്ളതൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. പിന്നെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ അവൾ തീറ്റ തുടങ്ങും. അപ്പോൾ നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞ് ഇതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ വീട്ടിലോട്ട് പോകണം കേട്ടോ. മഴയൊക്കെയാണ്, എന്നാലും നമ്മളിങ്ങനെ ഒരു ഓട്ടോ പിടിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞ് പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.